ഇന്ന് ഞാൻ പറയാനായിട്ട് വിചാരിക്കുന്നത് ഔദാര്യങ്ങൾ പറ്റി നമ്മൾ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഔദാര്യങ്ങൾ പറ്റി ജീവിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെ പറ്റിയിട്ടാണ്. ചില ആളുകൾ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടോ മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾ പറ്റേണ്ട ഒരു അവസ്ഥകൾ വരും. ചില ആളുകൾ ഔദാര്യങ്ങൾ കൊടുക്കാനായിട്ട് വളരെ സന്നദ്ധത കാണിക്കുന്നവരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഔദാര്യങ്ങൾ തരുന്ന ചില ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഔദാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലങ്ങളോളം അവരുടെ അടിമകളുടെ പോലെ ജീവിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതായത് അവർ കുറച്ച് നല്ല രീതിയിലല്ല ജീവിക്കുന്നത് എന്നുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഔദാര്യങ്ങളൊന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പല ദുർനടപ്പുകൾക്കും അവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും എന്തവർ തന്നെ ചെയ്യായാലും നമ്മളും കൂടി അതിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ അതിനോട് കൂടി സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഔദാര്യങ്ങൾ സ്വീകരിക്കരുത്. കാലങ്ങളോളം നമ്മൾ അവരുടെ അടിമകളുടെ പോലെയാണ് പിന്നെ നമ്മുടെ ജീവിതം ഉണ്ടാവുക. എല്ലാ വ്യക്തികളുടെ കയ്യിൽ നിന്നല്ല ഞാൻ പറയുന്നത്, ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന്. ചില നല്ല വ്യക്തികളുണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല ഭൂരിഭാഗം ഈ ഔദാര്യം കൊടുക്കുന്നവർ മുഴുവൻ അവരുടെ ഒരു ആജ്ഞാനുവർത്തികളായി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഔദാര്യങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ ഈ ഔദാര്യങ്ങൾ മേടിക്കുന്നവർ അതത്ര അതിൻ്റെ അപകടം തിരിച്ചറിയുന്നില്ല. അവരത് കിട്ടുമ്പോൾ അവർക്കതൊരു ഗുണമായി എന്ന് വിചാരിച്ചിട്ട് അവരത് സ്വീകരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് ദോഷഫലങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായൊരു അഭിപ്രായം ഉണ്ടാവില്ല, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. അതിലൊക്കെ മറ്റുള്ള ഔദാര്യം തന്ന വ്യക്തി ഇടപെടുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അതായത് നമ്മൾ അവരുടെ പറ്റിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കടം വാങ്ങിച്ചുകൊണ്ട് പ്രശ്നമില്ല. കടമാണെങ്കിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ, കടം തന്നു കഴിഞ്ഞാൽ, കടം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കടത്തിൻ്റെ പ്രശ്നം തീർന്നു, ബാധ്യത തീർന്നു. പക്ഷേ ഔദാര്യങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ അവർ തന്നത് സ്വീകരിച്ചിരിക്കുന്നവർ അവർ പറയുന്നത് പോലെ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിലും അവരുടെ ഒരു കൈകടത്തലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഔദാര്യം സ്വീകരിക്കാതിരിക്കുക. പിന്നെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അപ്പം നമ്മൾ ആളും തരവും നോക്കി മാത്രം സ്വീകരിക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കെണിയിൽ ചെന്ന് ചാടിയ പോലെയായിരിക്കും. ഏത് കാലത്തും നമുക്ക് ഒരു സ്വസ്ഥത തരാത്ത പോലത്തെ ഒരു ആളുകളുണ്ട്. ഔദാര്യം തരുന്ന ചില ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഔദാര്യങ്ങൾ പരമാവധി നമ്മൾ ആരുടെയും ഔദാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുക. അവകാശങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഔദാര്യങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ദോഷഫലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഇതിനൊന്നും പോവരുത്. ഓക്കേ.